കണവ വാങ്ങിക്കണത് ഞാൻ തോരൻ വെക്കാനാണ്. അങ്ങനെ കണവയിൽ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് അതിന് ഉപ്പും കൂടി ഇട്ട് അങ്ങ് വേവാനായിട്ട് വെച്ച് തിളച്ച് കഴിയുമ്പോൾ എൻ്റെ പൊന്നെ ഒരു വെള്ളപ്പൊക്കമാണല്ലോ, നിറയെ വെള്ളം വെട്ടിക്കയറ്. ആ വെള്ളം വറ്റിയതിന് ശേഷമാണ് ഇതാ തേങ്ങാപ്പിരയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് അതിലങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങ് നല്ല സിമ്മിലാക്കി അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഈ ആവി കയറിയിട്ട് അത് നല്ലതുപോലെ അങ്ങ് വെന്തോളും. പിന്നെ ഇതാ മുരളുണ്ടായിരുന്നു, അതിൽ നമ്മൾ പച്ചയ്ക്ക് അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് വറ്റിച്ച് വെക്കാനായിട്ട്. അതുകൊണ്ട് അതിൽ പച്ചമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ചേർത്തുള്ളൂ. ഒരു മാങ്ങ കട്ട് ചെയ്ത് ചേർത്തതുകൊണ്ട് തന്നെ പുളിയും അരച്ചിട്ടില്ല. അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് കടുക് താളിച്ച് കണവയ്ക്കും മുരളിനൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം ഇനി എന്ത് ചെയ്യണമെന്ന്, ഇനി നമുക്ക് മീൻ പൊരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ നല്ല തിളച്ച് വന്നിട്ട് ഉപ്പ് നോക്കിയപ്പോൾ തന്നെ എന്ത് ചെവയായിരുന്നെന്നറിയുമ്പോൾ, നമ്മൾ നല്ല ചെവയുള്ള മീനെന്ന് പറഞ്ഞാൽ നല്ല രുചിയുള്ള മീനെന്നാണ് അർത്ഥം. പിന്നെ ഇനി മീനൊക്കെ പൊരിച്ചെടുത്തിട്ട് ആ പൊരിച്ച എണ്ണയിൽ തന്നെ ഇന്നലത്തെ ചക്കപ്പുഴുക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതിനെ അങ്ങ് ചൂടാക്കി എടുത്ത്. ഇത് ഭയങ്കര ഹെൽത്തി എന്നൊന്നും ഞാൻ പറയണില്ല, എന്നാലും ഭയങ്കര ടേസ്റ്റാണ് വല്ലപ്പോഴും അല്ലേ. പിന്നെ ഇതാ ക്യാരറ്റ് തോരൻ ഇരുന്നത് ഇന്നലത്തതാണ്, അതും ചൂടാക്കി എടുത്ത്. പിന്നെ മീൻ ഇവിടെ സെറ്റായി, നമ്മളെ മുരൾ അതുപോലെ തന്നെ കണവത്തോരനും റെഡിയായി. ഇനി അങ്ങ് ചോറ് കഴിച്ചോളാൻ വയ്യായിരുന്നു. ഇന്നലത്തെ മാങ്ങ ഒഴിച്ചു വിട്ടാണ്ടായിരുന്നത്, ഇന്നലത്തെ മീൻ വറ്റിച്ചതാണ് ചാള, പിന്നെ ചക്കപ്പുഴുക്ക്, മീൻ പൊരിച്ചത്, അതുപോലെ തന്നെ കണവത്തോരൻ, പിന്നെ മാങ്ങ അച്ചാർ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ചോറ് കുറച്ച് മതി, കറികൾ കൂടുതലല്ലേ. അയ്യോ, ഈ ചട്ടി വറ്റിച്ച് വെച്ച് തലേ ദിവസത്തെ മീൻ ഇങ്ങനെ വറ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ. കേശുക്കുട്ട അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്.